സോ കറന്റ് ഞാൻ നിൽക്കുന്നത് TSMUവിന്റെ മെയിൻ ക്യാമ്പസിലാണ്. സോ എന്തുകൊണ്ടായിരിക്കും ജോർജിയയിൽ വന്ന് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ TSMUവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുന്നത്? അതിന് വേറെ ഒരു കാരണങ്ങളുമില്ല. ബിക്കോസ് കറന്റ് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ട് 91 രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് മീൻ ചെയ്യുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന 91 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ MBBS പഠിക്കുന്നു എന്നതാണ്. TSMUവിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. USMD പ്രോഗ്രാമും അവൈലബിൾ ആണ്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ പ്രോഗ്രാമും അവൈലബിൾ ആണ്. സോ നോർമലി ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ പ്രോഗ്രാമാണ്. സോ യൂറോപ്യൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ECTS സിസ്റ്റം പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുന്ന യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉള്ള പ്രോഗ്രാമാണ്. അതായത് ഒരു ഇയറിൽ 60 ക്രെഡിറ്റ് എന്ന രീതിയിൽ 6 വർഷങ്ങളിലായി 360 ക്രെഡിറ്റ് ആണ് ആ ഒരു വിദ്യാർത്ഥി കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ളത്. സോ 360 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കുട്ടിയുടെ പഠനം പൂർത്തിയാവുകയും ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് ആണ് അല്ലേ. സോ ജോർജിയയെ സംബന്ധിച്ചിട്ട് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയോ ഇനി ഏത് സിറ്റി എടുത്താലും നമ്മുടെ ഒരു ലിവിംഗ് കോസ്റ്റ് ആവറേജ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $300 മുതൽ $350 വരെയാണ് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് വരുന്നത്. സോ നമ്മളൊരു 6 ഇയേഴ്സിന്റെ ലിവിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $18,000 മുതൽ ഏകദേശം ഒരു $20,000 വരെ നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരും. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 17 lakhs എന്ന് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ TSMUവിനെ സംബന്ധിച്ചിട്ട് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫുഡ്, ഈ ഒരു 3 ഫാക്ടേഴ്സ് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 47 to 50 lakhs വരെയാണ് നമ്മുടെ എൻറ്റയർ ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ ഇത്രയും ഫീസ് കൊടുത്തിട്ട് TSMUവിൽ പഠിക്കുന്നത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി പഠിക്കാനും പ്ലാൻ ഉണ്ട് എങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU. നമ്മൾ ജോർജിയയിലുള്ള ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അക്കാഡമിക്സിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്താത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU. അതായത് 10,000 കണക്കിന് വിദ്യാർത്ഥികളെ ഗ്രാജുവേറ്റ് ആക്കിയ ജോർജിയയിലെ തന്നെ വൺ ഓഫ് ദ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ വന്നിട്ട് വരാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ വയ ഗൾഫ് കൺട്രീസ് ആണ്. ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും നമ്മുടെ ഒരു ട്രാവൽ ടൈം സെയിം തന്നെയാണ് വരുന്നത് വിത്തൗട്ട് ട്രാൻസിറ്റ്. അതായത് ട്രാൻസിറ്റ് ടൈം ഇല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് വേണ്ട, സ്റ്റുഡൻസിന് യാതൊരു കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും പോകണ്ട. കോളേജ് ഇരിക്കുന്നത് ക്യാപിറ്റൽ സിറ്റിയിലാണ്. എയർപോർട്ടിൽ നിന്ന് അറൗണ്ട് ഒരു ½ an hour കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് എത്താനായിട്ടും സാധിക്കും. TSMUവിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉറപ്പായും കോൺടാക്ട് ചെയ്യാം.